ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ മറ്റേ ഫീഡ്ബാക്കും ഓസിലേറ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട് പുറകെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഡീൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ആംപ്ലിഫയർ ആണ്. ഓക്കെ, പവർ ആംപ്ലിഫയർ നമ്മൾ സിലബസിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ സാധ്യത കുറവാണ്. ചെറിയ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ ലാർജ് സിഗ്നൽ ആംപ്ലിഫയറുകൾ. ഓക്കെ, പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ നമ്മളുടെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതായത് സാധാരണ പവർ ആംപ്ലിഫയറിൻ്റെ ബ്ലോക്കുകളിൽ എന്തൊക്കെ വരും. നമ്മളൊരു സാധാരണ പവർ ആംപ്ലിഫയറിൻ്റെ ബ്ലോക്ക് എടുക്കുവാണെങ്കിൽ ആ പവർ ആംപ്ലിഫയറിൻ്റെ സ്റ്റേജുകൾ ഒരു സിംപ്ലി പറയുവാണെങ്കിൽ എന്തൊക്കെ വരും അതിൻ്റെ അകത്ത് മെയിൻലി വരുന്നത് ഒരു 3 സ്റ്റേജുകളാണ് ആക്ച്വലി. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് നമ്മുടെ 3 സ്റ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ 3 സ്റ്റേജ് പറയാം. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാതെ, അതായത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ സ്റ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവും. പിന്നെ നമ്മളുടെ ആംപ്ലിഫിക്കേഷൻ നടത്തണമല്ലോ, ആംപ്ലിഫിക്കേഷൻ ആണല്ലോ നമ്മൾ മെയിൻ പരിപാടി. അപ്പോൾ അതിൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ പവർ ആംപ്ലിഫിക്കേഷൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്കുള്ള സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്ട് സിഗ്നലാണ് എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ ഇലക്ട്രിക് സിഗ്നലിലേക്ക് മാറ്റാൻ വേണ്ടി, അതായത് ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ടൈപ്പിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, അപ്പം സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ സ്മോൾ സിഗ്നൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതോ ഒരു ഫോം ഓഫ് എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുവാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളുടെ ഈ മൈക്രോഫോണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതിൽ വേറൊരു ടൈപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇത് സിഗ്നൽ പിക്കപ്പ് ട്രാൻസ്ഡ്യൂസർ എന്ന് വരയ്ക്കാം. കാരണം ട്രാൻസ്ഡ്യൂസറിലാണ് നമ്മുടെ നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുന്നത്. അത് ഔട്ട്പുട്ടിൽ അൾട്ടിമേറ്റ്ലി എന്താ വരിക, ഇലക്ട്രിക്കൽ എനർജിയാണ് വരിക. ഓക്കെ, അത് ഓർത്താൽ മതി. ഓക്കെ, പിന്നെ ഈ ഇപ്പം നമ്മളെ ഇതിൽ കിട്ടുന്ന ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൽ നമ്മൾ സ്മോൾ സിഗ്നലുകളാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ആ സ്മോൾ സിഗ്നലിനെ കുറച്ച് ആംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്മോൾ സിഗ്നലിനെ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്ത് എന്താവും, വോൾട്ടേജിലേക്ക് മാറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ ഇൻപുട്ട് സിഗ്നലിനെ അല്ലെങ്കിൽ ആ കിട്ടുന്ന സിഗ്നലിൻ്റെ പവർ റേസ് ചെയ്യാൻ, പവർ ലെവൽ റേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ആക്ച്വലി ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷണറി പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ആംപ്ലിഫയർ, ഒരു ഗുഡ് പവർ ആംപ്ലിഫയർ ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പവർ യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ പവർ യൂട്ടിലൈസ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പവർ കൺസ്യൂംഡ് ബൈ ദ ആംപ്ലിഫയേഴ്സ്. ഓക്കെ, നമ്മൾ ആംപ്ലിഫയേഴ്സ് കൺസ്യൂം ചെയ്യുന്ന പവർ കൺസ്യൂംഡ് ബൈ ദ ആംപ്ലിഫയർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എന്തിലേക്ക് കൺവേർട്ടഡ് ഇൻ ടു എ സി പവർ. ഓക്കെ, അറ്റ് മാക്സിമം എക്സ്റ്റെൻറ്റ്. ഓക്കെ, മാക്സിമം ആയിട്ട് നമുക്കത് കൺവേർഷൻ നടക്കണം, എന്നാൽ മാത്രമേ ഒരു ഗുഡ് പവർ ആംപ്ലിഫയർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഈ പവർ ആംപ്ലിഫയർ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ പവർ ട്രാൻസിസ്റ്ററുകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പവർ ആംപ്ലിഫയറിൽ എംപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ട്രാൻസിസ്റ്റേഴ്സിനെ നമ്മൾ പവർ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, ബാക്കിയുള്ള ട്രാൻസിസ്റ്റേഴ്സ് പോലെയല്ല, ഇതിന് കുറച്ച് പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഒന്നാമത്തെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ബേസ് എന്താ വെച്ചാൽ ഈസ് ടു ബി മെയ്ഡ് തിക്കർ. ബേസ് തിക്കർ ആവണം. അതിൻ്റെ തിക്കർ ആവുന്നതെന്ന് പറഞ്ഞാൽ ഈ പവർ ആംപ്ലിഫയറിൻ്റെ മെയിനായിട്ട് അല്ലെങ്കിൽ പവർ ട്രാൻസിസ്റ്ററുകൾ എങ്ങനത്തെ കറണ്ട് ഹാൻഡിൽ ചെയ്യാനാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, വലിയ കറണ്ടുകളല്ല. അപ്പോൾ ലാർജ് കറണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് തിക്കറായിരിക്കണം. ഓക്കെ, ഈ ലാർജ് കറണ്ട്സ് ഹാൻഡിൽ ചെയ്യാനാണ് പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഈ പവർ ആംപ്ലിഫയേഴ്സ് ഈ ട്രാൻസിസ്റ്റേഴ്സ് വിത്ത് കമ്പാരിറ്റീവ്ലി സ്മോളർ ബീറ്റയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അത് നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വരും. അപ്പോൾ സ്മോളർ ബീറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബേസ് തിക്കറാക്കണം, ലാർജ് കറണ്ട് കിട്ടണം. പവർ ആംപ്ലിഫയറിൽ ട്രാൻസിസ്റ്റേഴ്സ് വിത്ത് കമ്പാരിറ്റീവ്ലി സ്മോളർ ബീറ്റ ആർ യൂസ്ഡ്.
ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ കളക്ടർ റീജിയൻ, നമ്മൾ കറണ്ട് കളക്ട് ചെയ്യുന്ന റീജിയൻ ആണല്ലോ. അപ്പോൾ ഏരിയ ഓഫ് യുവർ കളക്ടർ റീജിയൻ ഇൻ എ ട്രാൻസിസ്റ്റർ എന്താവണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ലാർജർ, അല്ലേ? അത് ലാർജർ ആയിരിക്കണം. അതിന് ലാർജർ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു ഡിസിപ്പേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ദ ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ആ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് അക്കോമഡേറ്റ് ചെയ്യാനും, അതുകൊണ്ട് തന്നെ ഹീറ്റ് ഡിസിപ്പേഷൻ ഉള്ള സമയത്ത് അപ്പം അത് എംപ്ലോയ് ചെയ്യുന്നത് എവിടെയായിരിക്കും? കളക്ടർ റീജിയനിലായിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളക്ടർ റീജിയൻ്റെ ഏരിയ വളരെ കൂടുതലായിരിക്കണം. ഓക്കെ. എന്നാൽ മാത്രമേ ഹീറ്റ് ഡിസിപ്പേഷൻ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ ഹീറ്റ് ഡിസിപ്പേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് സിങ്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു പോയിന്റ് കൊടുത്താൽ മതി, ഹീറ്റ് സിങ്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പോയിൻ്റായിട്ട് ഈ പവർ ട്രാൻസിസ്റ്ററുകൾ പറയുന്നത് നിങ്ങളുടെ എമിറ്ററും അതുപോലെ ബേസ് ലെയേഴ്സൊക്കെ ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ ഈ എമിറ്ററും ബേസ് ലെവലൊക്കെ എന്താണ്? ഹെവിലി ഡോപ്ഡ് ആണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബേസ് ലെയേഴ്സിലെ കോണ്ടാക്ട് ഏരിയ ഒക്കെ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഓക്കെ. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ദ ഓമിക് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ എമിറ്റർ ആൻഡ് ബേസ്, അതായത് ഏരിയ കൂട്ടുന്നു. ഓക്കെ. അപ്പോൾ ഓമിക് റെസിസ്റ്റർ ബിറ്റ്വീൻ യുവർ എമിറ്റർ ആൻഡ് ബേസ് ഈസ് റെഡ്യൂസ്ഡ്. ഓമിക് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പം ഓമിക് റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഡ്യൂ ടു ദ ലോ റെസിസ്റ്റൻസ് സ്മോളർ പവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻപുട്ടിൽ ആവശ്യമുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി അതിനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി, എമിറ്റർ ബേസ് ലെയേഴ്സ് എന്താണ്? ഹെവിലി ഡോപ്ഡ് ആണെന്നുള്ള കാര്യം ഓർത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പവർ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന പവർ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും നമ്മൾ ഡിഫറൻസ് ആണ്. ഓക്കെ. ഫസ്റ്റ്ലി വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ വോൾട്ടേജ് ആംപ്ലിഫയർ പറയാം. അപ്പോൾ ഈ വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? നമ്മളെ വോൾട്ടേജ് ലെവലിനെ, സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവലിനെ റേസ് ചെയ്യുക. ശരിയാണല്ലോ? വോൾട്ടേജ് ലെവൽ ഓഫ് സിഗ്നലിനെ എന്ത് ചെയ്യുക? റേസ് ചെയ്യുക. ഓക്കെ. അപ്പം ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത് ലാർജസ്റ്റ് ഗെയിൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന വലിയ ഏറ്റവും നല്ല ഗെയിൻ കിട്ടുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം, അല്ലേ? അപ്പം അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ വോൾട്ടേജ് ഗെയിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നൊരു ഫോർമുലയുണ്ട്. ഇനിയിപ്പം വോൾട്ടേജ് ഗെയിനിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം ഹൈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നടത്തണമെങ്കിൽ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ ഹൈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു പറഞ്ഞാൽ, ഇപ്പോൾ വോൾട്ടേജ് ഗെയിൻ എ വി ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആർ സി ഡിവൈഡഡ് ബൈ ആർ ഇൻ. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചാൽ യൂസ്ഫുൾ ആണ്. ഓക്കെ. അപ്പം ഇൻ ഓർഡർ ടു അച്ചീവ്, ഇപ്പം ജസ്റ്റ് സ്റ്റെപ്സ് പോലെ എഴുതുവാണെങ്കിൽ ഇൻ ഓർഡർ ടു അച്ചീവ് ഹൈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മളുടെ എയിം എങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മളുടെ എയിം എങ്കിൽ നമ്മളുടെ ട്രാൻസിസ്റ്ററുകൾക്ക് എന്താവണമെന്ന് പറഞ്ഞാൽ ബേസ് തിന്നായിരിക്കണം. നേരത്തെ പവർ ആംപ്ലിഫയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇത് വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ കാര്യം. ഓക്കെ. ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് തിന്നായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ബേസ് തിന്നാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബീറ്റ എന്താ? ബീറ്റ ഷുഡ് ബി ഹൈ, അല്ലേ? അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഓൾമോസ്റ്റ് ഗ്രേറ്റർ ദാൻ 100 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ തിൻ ബേസ് ആയിരിക്കണം. അപ്പോൾ തിൻ ബേസ് ആകുമ്പോൾ വെച്ചാൽ ബീറ്റ കൂടും. അപ്പോൾ ബീറ്റ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗെയിൻ കൂടും. പക്ഷേ നേരത്തെ പവർ ആംപ്ലിഫയറിലെ പ്രത്യേകത എന്തായിരുന്നു? പ്യുവർ ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? തിക്കർ ബേസ് ആയിരുന്നു. അപ്പോൾ തിക്കർ ബേസ് ആകുമ്പോൾ സ്മോളർ ബീറ്റ ആയിരിക്കും. ഓക്കെ. അത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ബീറ്റ ഇൻറ്റു ഐ ബി എന്നല്ലേ നമ്മൾ എഴുതാറ്. അപ്പോൾ ബീറ്റ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഐ ബി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അതുകൊണ്ടാണ് കറണ്ടിൻ്റെ നമ്മൾ കൊടുക്കുന്ന കറണ്ടിനും ബീറ്റിനും ഇൻവേഴ്സ്ലി ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ചാൽ മതി, അത് നിങ്ങൾ അറിയണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ആലോചിച്ചാൽ മതി, നിങ്ങൾ ഇവിടെ ബേസ് ഹൈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ബേസ് വളരെ തിന്നായിരിക്കണം. എന്നാൽ മാത്രമേ ബേസ് തിന്നായാൽ മാത്രമേ നമുക്ക് കൂടുതൽ സാധനങ്ങൾ കടത്തിവിടാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ കൂടുതൽ സാധനങ്ങൾ കടത്തിവിടാൻ പറ്റുന്ന ബേസ് തിന്നാണെങ്കിൽ മാത്രമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ആംപ്ലിഫിക്കേഷൻ പോസിബിൾ ആവുന്നത്. മറ്റേത് ജസ്റ്റ് പവറാണ്. അപ്പോൾ പവറാണെന്ന് വെച്ചാൽ കുറേ കറണ്ട് ക്യാരി ചെയ്യാന്നുള്ളത്. ഇവിടെ നമുക്ക് വോൾട്ടേജ് കുറച്ച് കടത്തി വിടണം. അതുകൊണ്ട് തന്നെ ബേസ് എന്തായിരിക്കണം? തിന്നായിരിക്കണം.
ബേസ് തിന്നായതുകൊണ്ട് തന്നെ ഹൈ ബീറ്റ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് ഗെയിൻ കൂട്ടാൻ എന്താ വഴി? നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ മതി. നിങ്ങളുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, അതായത് നിങ്ങളുടെ ആറിൻ എന്താ മതി, ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ക്വൈറ്റ് ലോ. ഇത് വളരെ ലോ ആക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ് ഈസ് ദിസ് വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് ആർ ഓൾവേസ് ഓപ്പറേറ്റഡ് അറ്റ് ലോവർ കറണ്ട്, കളക്ടർ കറണ്ട്. ഓക്കെ, അപ്പോൾ ഹൈ ഗെയിൻ ഇൻപുട്ട് റെസിസ്റ്റേഴ്സ് എന്തായിരിക്കണം, വളരെ കുറവായിരിക്കണം. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതാണ് പറഞ്ഞ പോയിന്റ് മാറിപ്പോയി. ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ലോ ആയിരിക്കണം. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? ഈ കളക്ടർ റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ കളക്ടർ കറണ്ട്. ഈ കളക്ടർ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ കളക്ടർ കറണ്ട് പെർമിറ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഹൈ കളക്ടർ കറണ്ട് പെർമിറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഹൈ വോൾട്ടേജ് ഗെയിൻ കിട്ടുക. ശരിയല്ലേ? അപ്പം ടു പെർമിറ്റ് ഹൈ കളക്ടർ ലോഡ് പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അങ്ങനെയാണെങ്കിൽ ഹൈ വോൾട്ടേജ് ഗെയിൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് ആർ ഓൾവേസ് ഓപ്പറേറ്റഡ് അറ്റ് ലോ കളക്ടർ കറണ്ട്. ഓക്കെ, ലോ കളക്ടർ കറണ്ട് ഓഫ് ദ ഓർഡർ ഓഫ് മില്ലി ആംപിയറിൻ്റെ ഓർഡറിൽ മാത്രമേ കളക്ടർ കറണ്ടിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ലോ കളക്ടർ കറണ്ടിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ കളക്ടർ ലോഡ് കിട്ടുള്ളൂ. ലോഡ് എന്ന് വെച്ചാൽ റെസിസ്റ്റർ. ഓക്കെ, അങ്ങനെ ഹൈ കളക്ടർ ലോഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോൾട്ടേജ് ഗെയിൻ കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, പിന്നെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറെന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ആണ് ഇതിൻ്റെ ഓരോ സ്റ്റേജുകളിലും യൂസ് ചെയ്യാറെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫയറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് RC കപ്ലിംഗ്. ഓക്കെ, ഇതാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ആംപ്ലിഫിക്കേഷനൊക്കെ യൂസ് ചെയ്യാറ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്, നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് പവർ ആംപ്ലിഫയർ. ഓക്കെ, പവർ ആംപ്ലിഫയറിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ പോലെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ പവർ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പവർ ആംപ്ലിഫയറിൻ്റെ ആവശ്യം എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ഡെലിവർ ലാർജ് എമൗണ്ട് ഓഫ് പവർ, അല്ലേ? ലാർജ് എമൗണ്ട് ഓഫ് പവർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഹാൻഡിൽ എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ലാർജ് കറണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലേ? ലാർജ് എമൗണ്ട് ഓഫ് പവർ റിക്വയർ ചെയ്യുന്ന സമയത്ത് ലാർജ് കറണ്ട് എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പവർ ആംപ്ലിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു അച്ചീവ് ഹൈ പവർ ആംപ്ലിഫിക്കേഷൻ എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? വി ആർ യൂസിങ്, ഫസ്റ്റ് പോയിന്റ് ഈസ് ലാർജ് സൈസ്ഡ് പവർ ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ്. പവർ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കണം. എന്തുകൊണ്ടായിരിക്കണം ലാർജ് സൈസ്ഡ് പവർ ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് എന്ന് പറയുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് യൂസ്ഡ് ലാർജ് പവർ ഇൻ ഓർഡർ ടു ഡിസിപ്പേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ, നമ്മൾ ഓപ്പറേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് പ്രൊഡ്യൂസിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലാർജ് സൈസ്ഡ് പവർ ട്രാൻസിസ്റ്ററുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേസിൻ്റെ കാര്യമാണ്. എന്താണ്? ദ ബേസ് ഷുഡ് ബി മെയ്ഡ്, എന്തായിരിക്കണം? തിക്കർ ബേസ് ആയിരിക്കണം, അല്ലേ? തിക്കർ ബേസ് ആണെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റേഴ്സ് വിത്ത് കമ്പാരിറ്റീവ്ലി സ്മോളർ ബീറ്റ. ഓക്കെ, സ്മോളർ ബീറ്റ ആകുമ്പോഴാണ് ബേസ് എന്താവുന്നത്, തിക്കർ ആവുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സാധനത്തിനാണ് എന്ത് ചെയ്യാൻ വെച്ചാൽ ലാർജ് കറണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഹാൻഡിൽ ലാർജ് കറണ്ട്സ്. അപ്പോൾ ലാർജ് കറണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ ബേസ് തിക്കറായിരിക്കണം. അതായത് ബേസ് തിക്കറാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബീറ്റ് എന്താണ്, കുറവാണ്. ഓക്കെ, പിന്നെ നേരത്തെ പോലെ തന്നെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, ഏത് കപ്ലിംഗ് ആണ് യൂസ് ചെയ്യുക? ഇവിടെ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഓക്കെ, ഇവിടെ മറ്റേതിൽ എന്തായിരുന്നു, വോൾട്ടേജ് ആംപ്ലിഫയർ RC കപ്ലിംഗ് ആണ്. ഇവിടെ എന്താണ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമ്പിഡൻസ് മാച്ചിങ്. ശരിയല്ലേ? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇമ്പിഡൻസ് മാച്ചിങ് ആണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നൊരു പോയിൻ്റാണ്, നേരത്തെ നമ്മൾ കളക്ടർ റെസിസ്റ്റൻസ് കൂടുതലാവണം അല്ലെങ്കിൽ ഹൈ കളക്ടർ ലോഡ് എടുക്കുക എന്ന് പറഞ്ഞു.
അല്ല, നേരത്തെ ആറിനായിരുന്നു കുറവ് അല്ലേ? അതായത് നമ്മൾ RC എന്തായിരുന്നു നേരത്തെ കൂടുതലായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ട് നമ്മൾ കളക്ടർ റെസിസ്റ്റൻസ് ഷുഡ് ബി മെയ്ഡ് ലോ. അതായത് നേരത്തെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ കളക്ടർ റെസിസ്റ്റൻസ് ഈസ് മെയ്ഡ് ലോ. ഓക്കെ, എന്താണ് ഇപ്പോൾ പ്രശ്നം വരിക? കളക്ടർ റെസിസ്റ്റൻസ് ലോ അല്ല ഹൈ ആണെങ്കിൽ എന്താ പ്രശ്നം വരിക? ഇത് ഹൈ ആണെന്ന് വിചാരിക്കുക, കളക്ടർ റെസിസ്റ്റൻസ്. RC ഹൈ ആയാലുള്ള പ്രശ്നം എന്താ? RC ഹൈ ആയാൽ ഇത് പവറിൻ്റെ പ്രശ്നങ്ങളല്ല. അപ്പോൾ പവർ ലോസ് ഉണ്ടാവില്ലേ? I²R അല്ലേ? ഹൈ കറണ്ട് അല്ലേ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇതും ആറും കൂടുതലാണെങ്കിൽ എന്ത് പവർ ലോസ് ഉണ്ടാവുമല്ലോ. കളക്ടർ റെസിസ്റ്റൻസ് പവർ ലോസിന് കാരണമാക്കും. അപ്പോൾ പവർ ലോസ് ഉണ്ടായാലും വോൾട്ടേജ് ഡ്രോപ്പ് കൂടും, ശരിയല്ലേ? അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയില്ലേ? നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് വരുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. കാരണം കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പാണ് ഉണ്ടാവുന്നത്. ഈ റീസൺ കൊണ്ട് നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ കളക്ടർ ലോഡ് റെസിസ്റ്റർ അല്ലെങ്കിൽ കളക്ടർ ലോഡ് റെസിസ്റ്റർ ഷുഡ് ബി ലോ. അങ്ങനെ ലോ ഉള്ള കളക്ടർ ലോഡ് റെസിസ്റ്റർ മാത്രമേ പവർ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പവർ വേസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി പറയാനുള്ള പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ പവർ ആംപ്ലിഫയറിൻ്റെയും നമ്മുടെ വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെയും ഒരു ചെറിയൊരു കമ്പാരിസൺ പോലെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ പോലെ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ടേബിളർ കോളം പോലെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരയ്ക്കാനുള്ള പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഏതാണ് ആംപ്ലിഫയർ എന്നുള്ള കോളം വേണം, പിന്നെ വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ പറയാനുള്ളത് ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ. ഓക്കെ, ആംപ്ലിഫയറിലെ ടൈപ്സ്, പിന്നെ വോൾട്ടേജ് ആംപ്ലിഫയറും അതുപോലെ ഇപ്പുറത്ത് എന്താണ് പവർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ പോയിന്റ് പറയാനുള്ളത് നമ്മൾ കറണ്ട് ഗെയിനിന് വിത്ത് റെസ്പെക്റ്റുമാണ്. കറണ്ട് ഗെയിൻ ഏതാണ്? ബീറ്റ അല്ലേ? വോൾട്ടേജ് ആംപ്ലിഫയറിൽ കറണ്ട് ഗെയിൻ ബീറ്റ എന്തായിരുന്നു? വോൾട്ടേജ് ആംപ്ലിഫയറിൽ കറണ്ട് ഗെയിൻ ബീറ്റ നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മൾ പഠിച്ചില്ലേ? വോൾട്ടേജ് ആംപ്ലിഫയറിൽ കറണ്ട് ഗെയിൻ നമുക്ക് ബേസ് തിക്കർ ആക്കണം. അപ്പോൾ കറണ്ട് ഗെയിൻ എത്രയായിരിക്കണം? കറണ്ട് ഗെയിൻ വളരെ ഹൈ ആയിരിക്കണം അല്ലേ? വേണമെങ്കിൽ പറയാൻ ഗ്രേറ്റർ ദാൻ 100 ഒക്കെ ആയിരിക്കണം. പക്ഷേ ഇവിടെ പവർ ആംപ്ലിഫയറിലോ ലോ മതി. അതിൻ്റെ റേഞ്ച് വെച്ച് 20 to 50 മതി പവർ ആംപ്ലിഫയറിൽ. ഒന്നാമത്തെ പോയിന്റ്. പിന്നെ കളക്ടർ ലോഡ് എന്ന് പറഞ്ഞാൽ RC അല്ലേ? വോൾട്ടേജ് ആംപ്ലിഫയറിൽ കളക്ടർ ലോഡ് എന്താണ്? ഹൈ ആണെന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? എത്രയായിരിക്കും എന്ന് വെച്ചാൽ 10 kilo ohm വരെ പോവാം. ഓക്കെ, ഇവിടെ എന്തായിരിക്കണം? വളരെ കുറവായിരിക്കണം. നമ്മൾ പറഞ്ഞു പവർ ലോസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വളരെ കുറവായിരിക്കണം. 5 to 20 ohms വരെ പാടുള്ളൂ. ഓക്കെ, അടുത്തത് ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ വളരെ ലോ ആയിരിക്കണം. എത്രയാണെന്ന് വെച്ചാൽ 1 millivolt പാടുള്ളൂ. ക്ലിയർ? ഇപ്പുറത്ത് ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കണം? വളരെ ഹൈ ആയിരിക്കണം. ഒരു 2 to 4 volts വരെ പോവാം. ഓക്കെ, അടുത്തത് കളക്ടർ കറണ്ടാണ് IC. ഓക്കെ, കളക്ടർ കറണ്ട് ഇവിടെ കളക്ടർ ലോഡ് കൂടുന്നതുകൊണ്ട് തന്നെ ഇവിടെ കളക്ടർ കറണ്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. അബൌട്ട് milliampere 1 milliampere പോലെയൊക്കെ വരുള്ളൂ. ഇവിടെ കളക്ടർ ലോഡ് കുറവായതുകൊണ്ട് കളക്ടർ കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും, ഹൈ ആയിരിക്കും. ഇറ്റ് എക്സീഡ്സ് അബൌട്ട് 100 milliampere. ക്ലിയർ? 4 പോയിന്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അടുത്തത് പവർ ഔട്ട്പുട്ട്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് നമുക്കറിയാം, വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ പവർ ഔട്ട്പുട്ട് ലോ ആണ്. ഇപ്പുറത്ത് പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ്. അടുത്തത് ഇതിൻ്റെ പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി നമ്മളുടെ വോൾട്ടേജ് ആംപ്ലിഫയറിൽ കുറവായിരിക്കുമല്ലോ, കാരണം അതിന് അത്രയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉള്ളൂ അല്ലേ? പക്ഷേ പവർ ആംപ്ലിഫയറിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മോർ ദാൻ 0.5 volt. എന്തായാലും അതിനെക്കാട്ടും കൂടുതൽ ഡിസിപ്പേഷൻ കപ്പാസിറ്റി ഉണ്ട്. അടുത്തത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഹൈ അബൌട്ട് 10 kilo ohm. ഇവിടെ എന്തായിരിക്കും വെച്ചിട്ട് ബി ലോ അറൗണ്ട് 200 ohms മാത്രമേ ഉള്ളൂ.
200 ohms. ഓക്കെ, പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് കപ്ലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനിൽ ഏത് യൂസ് ചെയ്യുന്ന യൂഷ്വലി ആർസിലി കപ്ലിംഗ് ആണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. ഇവിടെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഓക്കെ, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് കോമൺ ആയിട്ട് കാണാറ്. ട്യൂൺഡ് സർക്യൂട്ട്സും കാണാറുണ്ട്. ഓക്കെ, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് ചോദിച്ച് കാണാറ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പാരിസൺ ഓഫ് യുവർ വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേമുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യം പഠിക്കുന്ന ടേമാണ് കളക്ടറിൻ്റെ എഫിഷ്യൻസി. ഓക്കെ, കളക്ടറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് AC ഔട്ട്പുട്ട് സിഗ്നൽ ടു ദ സീറോ സിഗ്നൽ പവർ. ഓക്കെ, നിങ്ങളുടെ റേഷ്യോ ഓഫ് AC ഔട്ട്പുട്ട് സിഗ്നൽ ടു ദ സീറോ സിഗ്നൽ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പവർ കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, പവർ ആംപ്ലിഫയർ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം കളക്ടർ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയാണ്. ആ ഒരു തരത്തിലാണ് അതിൻ്റെയൊക്കെ ഡിസൈനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ടേം ഓർക്കുക, റേഷ്യോ ഓഫ് AC ഔട്ട്പുട്ട് സിഗ്നൽ ടു ദ സീറോ സിഗ്നൽ പവർ. ഓക്കെ, അടുത്തത് നമ്മളെ പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു അതല്ലേ, എന്താണ് പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി? അതായത് നമുക്ക് ലാർജ് കറൻറ്റ്സ് ക്യാരി ചെയ്യണം അല്ലേ. അപ്പോൾ പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് എ പവർ ട്രാൻസിസ്റ്റർ ടു ഡിസിപ്പേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ഇറ്റ്. അല്ലേ, ഹീറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അൺവാണ്ടഡ് പ്രശ്നമാണത് ആക്ച്വലി അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഓഫ് ദ ഔട്ട്പുട്ട് വേവ് ഷേപ്പിൻ്റെ ചേഞ്ച് ഫ്രം ദ ഇൻപുട്ട് വേവ് ഷേപ്പ്. അപ്പോൾ ആ ഒരു ചേഞ്ചിനാണ് നമ്മൾ എന്താ പറയുക, ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റോർഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബിക്കോസ് ട്രാൻസിസ്റ്റർ എന്താണ് നോൺ ലീനിയർ ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റോർഷൻ എന്തായാലും ഹാപ്പൻ ചെയ്യും. പക്ഷേ ഡിസ്റ്റോർഷൻ ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ സ്മോൾ സിഗ്നൽ. അതായത് സ്മോൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് അല്ലേ. വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിൽ അങ്ങനെ ഡിസ്റ്റോർഷൻ കാണാറില്ല, കാരണം അതൊരു അവിടെ ട്രാൻസിസ്റ്റർ ലീനിയർ ഡിവൈസ് ആണ്. കാരണം ഫോർ സ്മോൾ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പവർ ആംപ്ലിഫയറിൽ നമ്മൾ ലാർജ് സിഗ്നൽ ക്യാരി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഡിസ്റ്റോർഷൻ്റെ പ്രശ്നങ്ങൾ ഉദിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നമ്മളുടെ ഈ 3 ടേമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ നേരിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ്റെ മുന്നേ നമ്മൾ ഈ പവർ ആംപ്ലിഫയേഴ്സിൻ്റെ കുറച്ച് പാരാമീറ്ററുകളുണ്ട്. നമുക്ക് ആ കുറച്ച് പാരാമീറ്ററുകളെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ള പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പവർ ആംപ്ലിഫയറിൻ്റെ കാര്യത്തിൽ കുറച്ച് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ നോക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബ്രീഫ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ സാധനമാണ് കണ്ടക്ഷൻ ആംഗിൾ. എന്താണ് കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് കണ്ടക്ഷൻ ആംഗിൾ? കാരണം ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറയും ഇത് 90 ആണ് 180 ആണെന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ ആംഗിൾ എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പവർ ആംപ്ലിഫയർ സർക്യൂട്ടിൽ ജസ്റ്റ് കറക്റ്റ് ഡെഫിനേഷൻ എഴുതുവാണെങ്കിൽ ദ ഡ്യൂറേഷൻ ഓഫ് ഓൺ സ്റ്റേറ്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ഓക്കെ, ട്രാൻസിസ്റ്ററിൻ്റെ ഓൺ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഡ്യൂറേഷൻ, the duration of on state of the transistor over a period of എത്രയായിരിക്കണം നമുക്കറിയാം, ഒരു ഫുൾ സൈക്കിൾ അല്ലേ, ഓവർ എ പീരീഡ് ഓഫ് ഫുൾ സൈക്കിൾ ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുൾ സൈക്കിളിൽ എത്ര സമയം നമ്മുടെ ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേറ്റിൽ നിൽക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ power amplifier, if the power transistor in a power amplifier delivers AC power, okay, AC power into the load for full cycle, okay, delivers AC power into the load for full cycle over a period of 1 full cycle of input. ഓക്കെ, ഇൻപുട്ടിൻ്റെ 1 ഫുൾ സൈക്കിളിൽ എന്ത് ചെയ്യുന്നു, AC പവറിനെ എന്ത് ചെയ്യുന്നു, ലോഡിലേക്ക് എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എത്രയാണ്, 360 ആണ്. ഫുൾ സൈക്കിളിലേക്ക് ഡെലിവർ ചെയ്തു. ഇനി അതേപോലെ ഇഫ് ദ ട്രാൻസിസ്റ്റർ യൂസ് ഇൻ എ പവർ ആംപ്ലിഫയർ ഡെലിവേഴ്സ് AC പവർ ഇൻ ടു ദ ലോഡ് ഓൺലി
ഓൺലി ഫോർ 1 ഹാഫ് സൈക്കിൾ. ഒരു ഹാഫ് സൈക്കിളിലേക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എ സി പവർ എന്ത് ചെയ്യുന്നു, ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ 1 ഹാഫ് സൈക്കിളിലേക്കാണ് ഡെലിവർ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ടോട്ടൽ എത്രയുണ്ട്, ഫുൾ സൈക്കിളാണ്, അതിൻ്റെ ഹാഫ് സൈക്കിൾ മാത്രമേ ഡെലിവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ട്രാൻസിസ്റ്റർ എത്ര കണ്ടക്ട് ചെയ്തു, ആ ട്രാൻസിസ്റ്റർ അതിൻ്റെ പകുതിയെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഫുൾ സൈക്കിളുള്ള സ്ഥലത്ത് ഹാഫ് സൈക്കിൾ മാത്രമേ പോകുന്നുള്ളൂ. നേരത്തെ കേസിൽ ഫുൾ സൈക്കിൾ ഓഫ് ഇൻപുട്ടിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, എ സി പവറിനെ ലോഡിലേക്ക് എന്ത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാഫ് സൈക്കിൾ മാത്രമേ ഡെലിവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ടക്ഷൻ ആംഗിൾ എത്രയെന്ന് പറയും, 180 എന്ന് പറയും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓർത്തിരിക്കും. ഇതാണ് കണ്ടക്ഷൻ ആംഗിൾ. ഒരു ഫുൾ സൈക്കിളിൽ എത്രത്തോളം ഡ്യൂറേഷനിൽ ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എ സി പവറിനെ ലോഡിലേക്ക് എത്രത്തോളം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനെയാണ് വരുന്ന ഒരു ഫുൾ സൈക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അത്രേ ഉള്ളൂ. അടുത്തതൊരു പോയിൻ്റാണ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ്. ഇതും നമ്മളിനി കൂടുതലായിട്ട് യൂസ് ചെയ്യും. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് Q. ഓക്കെ, അപ്പം നമ്മളൊരു പവർ ആംപ്ലിഫയർ സർക്യൂട്ടിൽ നമ്മൾ മെയിനായിട്ട് ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെലക്ഷൻ ഏതിനൊക്കെ വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 2 എണ്ണത്തിനാണ് വിത്ത് റെസ്പെക്ട് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ കൺവേർഷൻ എഫിഷ്യൻസി. നമ്മൾ നേരത്തെ ആ ടേം പറഞ്ഞു അല്ലേ, എന്താണ് കൺവേർഷൻ എഫിഷ്യൻസി അല്ലെ കളക്ടർ. അപ്പോൾ കൺവേർഷൻ എഫിഷ്യൻസി റിക്വയർഡും അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ഡെലിവേർഡ് ഇൻ ടു ദ ലോഡ്. നമ്മൾ ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്ന ഔട്ട്പുട്ടും കൺവേർഷൻ എഫിഷ്യൻസിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട്, ഒരു ഫുൾ സൈക്കിൾ, ഇഫ് എ ഫുൾ സൈക്കിൾ ഓഫ് ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട് ഈസ് എക്സ്പെക്റ്റഡ്, നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പവർ ആംപ്ലിഫയർ ഫുൾ സൈക്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്യൂ പോയിൻ്റ് എവിടെയാണെന്ന് വെച്ചാൽ ക്യൂ പോയിൻ്റ് ഷുഡ് ബി എക്സാക്ട്ലി അറ്റ് ദ മിഡിൽ ഓഫ് ഡി സി ലോഡ് ലൈൻ. മിഡിലായിരിക്കണം. ഡി സി ലോഡ് ലൈൻ എന്നൊക്കെ നമ്മൾ പഠിച്ചാലേ. അല്ലെങ്കിൽ ഓർ അറ്റ് ദ സെൻറ്റർ ഓഫ് ആക്റ്റീവ് റീജിയൻ ഓഫ് ദ ആംപ്ലിഫയർ. ഓക്കെ, ഒന്നുകിൽ ഡി സി ലോഡ് ലൈൻ്റെ മിഡിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവ് റീജിയൻ്റെ സെൻറ്ററിലായിരിക്കണം നമ്മുടെ ക്യൂ പോയിൻ്റ് ഉണ്ടാവേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഫുൾ സൈക്കിളിൽ ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എവിടെയായിരിക്കണം, ഡി സി ലോഡ് ലൈൻ്റെ മിഡിലായിരിക്കണം, അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയൻ്റെ സെൻറ്ററിലായിരിക്കണം. ഓക്കെ, അതല്ല നമ്മുടെ എയിം നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഗുഡ് ഔട്ട്പുട്ട് അല്ല. നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സൈക്കിളിലെ ഗുഡ് ഔട്ട്പുട്ടാണ് നമ്മളൊരു ആംപ്ലിഫയറിനെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഗുഡ് ഔട്ട്പുട്ടിന് വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വി വാണ്ട് ടു ഗെറ്റ് എക്സലൻറ്റ് കൺവേർഷൻ എഫിഷ്യൻസി. നമ്മളെ കൺവേർഷൻ എഫിഷ്യൻസി ആണ് നമ്മളുടെ മെയിൻ എയിം. ഓക്കെ, അപ്പോൾ കൺവേർഷൻ എഫിഷ്യൻസിയാണ് നമ്മൾക്ക് നീഡ്, അല്ലെങ്കിൽ കൺവേർഷൻ എഫിഷ്യൻസിയാണ് കൂടുതൽ വേണമെങ്കിൽ നമ്മളെ ക്യൂ പോയിൻ്റ് എവിടെ പ്ലേസ് ചെയ്യുന്നത് പറഞ്ഞാൽ ക്യൂ പോയിൻ്റ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ കട്ട് ഓഫ് റീജിയൻ. ഓക്കെ, അപ്പോൾ കൺവേർഷൻ എഫിഷ്യൻസി നമുക്ക് എക്സലൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ക്യൂ പോയിൻ്റ് എവിടെ വെക്കണം, കട്ട് ഓഫ് റീജിയനിൽ വെക്കണം. നേരെ മറിച്ച് നമ്മൾ എന്താണ് ഫുൾ സൈക്കിൾ ഔട്ട്പുട്ട് ഓഫ് യുവർ ഗുഡ് ക്വാളിറ്റി, അതായത് ഇതാണ് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ലോഡിലേക്ക് ഡെലിവർ ചെയ്യണം, ഫുൾ പവറിൽ ഡെലിവർ ചെയ്യണമെങ്കിൽ നമ്മൾ മിഡിൽ വെക്കുക. കളക്ടർ അല്ലെങ്കിൽ നമ്മുടെ കൺവേർഷൻ എഫിഷ്യൻസിയാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതവിടെ വെക്കണം, നമ്മൾ കട്ട് ഓഫ് റീജിയനിൽ വെക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്താണ് കൺവേർഷൻ എഫിഷ്യൻസി എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ കൺവേർഷൻ എഫിഷ്യൻസി ഓക്കെ, കൺവേർഷൻ എഫിഷ്യൻസി ഈറ്റ. ഓക്കെ, അപ്പോൾ കൺവേർഷൻ എഫിഷ്യൻസി അത് നമ്മളിനി വരും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അത് ഈറ്റ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ എഫിഷ്യൻസി എന്ന് നോക്കുക. ഓക്കെ, കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഷ്യോ ഓഫ് മാക്സിമം എ സി പവർ ഡെലിവേർഡ് ടു ദ ലോഡ്, maximum AC power delivered to the load to the DC power utilized. ഓക്കെ, അപ്പം എത്ര എ സി പവർ ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നു ഡിവൈഡഡ് ബൈ നമ്മളുടെ ഡി സി പവർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഡി സി പവർ, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ കൺസ്യൂമർ
അല്ലെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഡി സി പവർ യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ കൺസ്യൂംഡ് എന്നും പറയാം. ഓക്കെ, എവിടെ പവർ ആംപ്ലിഫയർ അല്ലേ, പിന്നെ പവർ ആംപ്ലിഫയർ. അപ്പോൾ ആ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത് കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ റെപ്രസെൻ്റ് വെച്ചാൽ പെർസെൻറ്റേജ് എഫിഷ്യൻസി ഈക്വൽ ടു PAC മാക്സ്. നമ്മൾ മാക്സ് എന്ന് പറയുമ്പോൾ മാക്സിമം AC പവർ ഡെലിവർ ചെയ്യുന്നത് ലോഡിലേക്ക്, അതുകൊണ്ടാണ് PAC മാക്സ് ഡിവൈഡഡ് ബൈ DC പവർ യൂട്ടിലൈസ് അല്ലെങ്കിൽ കൺസ്യൂംഡ്. അപ്പോൾ PDC ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. AC പവർ മാക്സിമം ഡിവൈഡ് ബൈ DC ഇൻറ്റു 100. ഓക്കെ, അടുത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നമ്മൾ ഏതൊക്കെ സോഴ്സാണ് പവർ വേസ്റ്റേജ് ഉള്ളത്. പവർ വേസ്റ്റേജ് നമ്മൾ ജസ്റ്റ് ആ ടേം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പവർ സ്റ്റേജിലേക്കുള്ള നമ്മുടെ സോഴ്സ് ഓഫ് പവർ സ്റ്റേജ് ആംപ്ലിഫയർ ഏതൊക്കെയാണ്? മെയിനായിട്ടുള്ള പവർ സ്റ്റേജ് അല്ല പവർ വേസ്റ്റേജ് ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? RCയിലാണ്, അതായത് റെസിസ്റ്റീവ് കപ്പാസിറ്റി കളക്ടർ ലോഡിലാണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ തന്നെ പറയാം ഗുഡ് എമൗണ്ട് ഓഫ് പവർ വേസ്റ്റേജ് ഈസ് ഒക്കറിങ് അക്രോസ് ദ റിവേഴ്സ്ഡ് ബയാസ്ഡ് കളക്ടർ ജംഗ്ഷൻ അല്ലേ. BJTൻ്റെ റിവേഴ്സ് ബയാസ്ഡ് കളക്ടർ ജംഗ്ഷനിലാണ് ഒക്കർ ചെയ്യുന്നത്, അതുപോലെ തന്നെ റിവേഴ്സ് ബയാസ്ഡ് ഓപ്പറേഷനിലാണ് ഒക്കർ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ കളക്ടർ ലോഡ് റെസിസ്റ്ററിലാണ് ഗുഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ വേസ്റ്റേജ് ആംപ്ലിഫയറുകളിൽ ഒക്കർ ചെയ്യുന്നുള്ള കാര്യം ഓർത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലും അതിൻ്റെ കുറച്ച് ടേംസ് എന്ന രീതിയിലും പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയർ ആണ്. നമ്മൾ പവർ ആംപ്ലിഫയറിനെ പല ടൈപ്പ് ക്ലാസിഫൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് A, B എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്മുടെ പവർ ആംപ്ലിഫയർ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ഒരു പവർ ആംപ്ലിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും ഓർക്കുക, വോൾട്ടേജ് ആംപ്ലിഫയർ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു, ബൈ.